ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവാർഡ് കാറ്റഗറീസ് ഉണ്ട്, ഒരുപാട് പേര് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ അവാർഡ് കാറ്റഗറീസ്, അവാർഡിന്റെ നെയിം എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് പോവാണ്. സോ ഫോർ ദ അവാർഡ് കാറ്റഗറീസ് അനൗൺസ്മെന്റ് വുഡ് ലൈക്ക് ടു വെൽക്കം അഗൈൻ ബാബു ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മള് ഈ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ വന്നാലും കാരണം കേരള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും അവിടെ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 3 വലിയ ബോക്സോളം നമുക്ക് ഇതിനകം വോട്ടിംഗ് കഴിഞ്ഞ് ഓഫീസിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ പോയി അത് കണ്ടുപോകുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ വെബ്സൈറ്റിൽ കൂടെയും മറ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൂടെയും നമ്മൾ നേരിട്ടും ഒക്കെ വോട്ടിങ്ങിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോട്ടിംഗ് രീതി തന്നെ ഒരു കേരളത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന രീതി നമ്മൾ വോട്ടിംഗ് നടത്താനുണ്ട്. കൂടാതെ ഒരു വാഹനം എല്ലാ ജില്ലകളിലും പോയിട്ട് മെയിൻ സ്റ്റേഷനുകളെല്ലാം കവർ ചെയ്ത് വരാനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു വെറുതെ ഒരു വോട്ടെടുത്ത് ചെയ്യുന്നതല്ല, ശരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ. കാരണം ഇത് നമുക്കിതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, ഇന്നാൾക്ക് കൊടുക്കണമെന്നോ ഇന്നാൾക്ക് കൊടുക്കരുതെന്നോ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ വോട്ടിംഗ് നടക്കുന്ന ധൈര്യമായിട്ട് പറയാൻ കഴിയും. ഏതായാലും സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് 2025 ആദ്യ അവാർഡ് നമ്മൾ മികച്ച സിനിമയ്ക്കാണ് കൊടുക്കുന്നത്. മികച്ച സിനിമയുടെ പേര് നമ്മൾ നൽകിയിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു നിർമ്മാതാവിന്റെ പേരിലാണ് നമ്മൾ മികച്ച സിനിമയ്ക്ക് അവാർഡ് നൽകുന്നത്. ശ്രീ ബാബു സേഠ് മെമ്മോറിയൽ പുരസ്കാരം എന്നാണ് ഇത് നാമകരണം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ജൂറി തെരഞ്ഞെടുത്ത 5 സിനിമകളുടെ പേരുകൾ പ്രഖ്യാപിക്കാൻ സംവിധായകനും നടനും ഗായകനും ഒക്കെയായ ശ്രീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നാദൃശയെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം, ഒരുപാട് സന്തോഷം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കണ്ട സിനിമയുടെ നായകനാണ് ഈ അദ്ദേഹമൊത്ത് ഒരു സിനിമയിൽ ഞങ്ങൾ ഗുഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ എടാപോട എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അഭിനയിക്കേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ബാബുജി സോറി കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് പലപ്പോഴും ആ സിനിമയിൽ വന്ന പല സീൻസ് കണ്ട സമയത്ത് ഓഡിയൻസ് ചിരിച്ചിട്ടും അതിൻ്റെ പല സീൻസ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുള്ള സിനിമ പലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നായകൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഹൈദരാലി എന്ന് പറയുന്ന പേര് ജീവിതത്തിൽ 2 സ്ഥലങ്ങളിലാണ് എനിക്ക് ഏറ്റവും, കാരണം ഒന്നെൻ്റെ സംഗീതത്തിലെ ഗുരു കലാമണ്ഡലം ഹൈദരാലി മാഷ്, അദ്ദേഹം കഥകളി സംഗീതം എന്നെ അഭ്യസിപ്പിച്ചു. എനിക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് ഹൈദരാലി മാഷിൻ്റെ ശിക്ഷണത്തിലുള്ള കഥകളി സംഗീതത്തിനാണ്. പിന്നെ ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഹൈദരാലി, അത് മറ്റൊരു ഹൈദരാലി. അപ്പോൾ 2 ഹൈദരാലി ഉണ്ട്. പക്ഷെ അതിനുശേഷം നേരത്തെ ബാബുജി പറഞ്ഞ പോലെ ഈ ഉപദ്രവങ്ങളൊക്കെ മറന്നിട്ട് വീണ്ടും സുഹൃത്തുക്കളായി മാറുന്നു എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ചൊരു സുഖമുണ്ട്. അങ്ങനെ ശത്രുക്കളായി പിന്നെ മിത്രങ്ങളായി മാറിയ ഹൈദരാലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ 2 പേരുടെ നേതൃത്വത്തിലുള്ള ഈ വണ്ടർ ഡോഗ്സ് സംഘടിപ്പിക്കുന്ന ഈ അവാർഡിനായിട്ടുള്ള നോമിനേഷൻസ് തുടരും. ലോക, ഏകോ, രേഖാചിത്രം, പൊന്മാൻ. ബാബു സേഠ് പുരസ്കാരമാണ് മികച്ച സിനിമ. ഒരു സിനിമ ആരാധകൻ എന്ന നിലയിൽ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സാധാ പ്രേക്ഷകൻ എന്ന നിലയിൽ തികച്ചും സത്യസന്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് മികച്ച സിനിമയ്ക്കുള്ളത്. ജൂറി അംഗങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അടുത്തത് നമ്മൾ ജനപ്രിയ ചിത്രമാണ്. നമുക്കറിയാം ജനപ്രിയ ചിത്രം എന്ന് പറയുമ്പോൾ എന്താണുള്ളത്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന സിനിമ. അതിന് ആ പുരസ്കാരത്തിന് പേര് നൽകിയിട്ടുള്ളതും അതുപോലൊരു സംവിധായകന്റെ പേരാണ്.
ശ്രീ സിദ്ദിഖിന്റെ പേരിലാണ് നമ്മൾ ജനപ്രിയ അവാർഡ്. കാരണം സിദ്ദിഖുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ കൂടിയാണ് മലയാള സിനിമയിൽ എല്ലാവരും ബന്ധം, എല്ലാവർക്കും വ്യക്തിപരമായിട്ട് സംവിധായകൻ സിദ്ദിഖ്. സ്വാഭാവികമായിട്ടും നമ്മളിത് ആലോചിച്ചപ്പോൾ ഒറ്റ പേര് നമ്മുടെ മുമ്പിൽ വന്നുള്ളൂ, അത് സിദ്ദിഖിന്റെ പേര്. ഏതായാലും ഒരുപാട് സന്തോഷം. വീണ്ടും എന്റെ ഗുരുസ്ഥാനത്തുള്ള ഡയറക്ടർ സിദ്ദിഖയുടെ പേരിൽ ഉള്ള ജനപ്രിയ ചിത്രത്തിന് ഒന്ന് ലോക, തുടരും, കളങ്കാവൽ, സർവമായ, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഗംഭീരം. അടുത്ത് മികച്ച സംവിധായകന്റെ നോമിനേഷനാണ്. മികച്ച സംവിധായകനെ നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും നല്ല സുഹൃത്തായ, പെട്ടെന്ന് നമ്മളൊന്നും വിട്ടുന്നില്ല, ഷാഫിയുടെ പേരിലാണ്. ഷാഫി ഇതുപോലെ എന്ന് വിട്ടുപിരിഞ്ഞൊന്നും തോന്നുന്നില്ല. ഷാഫി ഇവിടേക്ക് ഉള്ള പോലെ എപ്പോഴും തോന്നാറുണ്ട്. എന്തായാലും ഷാഫിയുടെ പേരിലാണ് നമ്മൾ മികച്ച സംവിധായകനുള്ള അവാർഡ് നൽകുന്നത്. അത് നോമിനേഷൻ പ്രഖ്യാപിക്കുന്നതിന് ശ്രീ ബാബുരാജിന്റെ പേരിലേക്ക്. മികച്ച സംവിധായകൻ ഡോമിനിക് അരുൺ ലോക, രഞ്ജിത്ത് അയ്യത്താൻ എക്കോ, ജോഫിൻ ടിച്ചാക്കോ രേഖാചിത്രം, തരുൺമൂർത്തി തുടരും, അഖിൽ സത്യൻ സർവമായ. നമ്മൾ 2025 ഡിസംബർ 31 വരെയുള്ള റിലീസ് ചെയ്ത പടങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആട്ടം പ്രശ്നമായി തുടങ്ങി. അപ്പോ അടുത്തത് മികച്ച നടന്റെ പേരാണ്. അതും ബാബുരാജ് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. മികച്ച നടന്റെ അവാർഡിനുള്ള പേര് നൽകിയിട്ടുള്ളത് ശ്രീനിയുടെ പേരാണ്. ശ്രീനിവാസിന്റെ പേരിലാണ് മികച്ച നടനുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അതിൽ 5 നോമിനേഷനും കുറവായി. ഡയറക്ടർ തുടരും, മമ്മൂക്ക കളങ്കാവൽ, ആസിഫ് അലി രേഖാചിത്രം സർക്കിട്ട്, ബേസിൽ ജോസഫ് പൊന്മാൻ, അത് ചാക്കോച്ചൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി. മികച്ച നടി നമ്മൾ പേര് നൽകിയിട്ടുള്ളത് നമ്മുടെ KPSC ലളിതചേച്ചിയുടെ പേരിലാണ്. ലളിതചേച്ചി ഇല്ലാതെ മലയാള സിനിമയെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ലളിതചേച്ചിയെ തന്നെയാണ് നമ്മൾ സ്മരിക്കുന്നത്. മികച്ച നടി 5 പേരുടെ പേരുകൾ ഇപ്പോൾ കാണിക്കും. ലിജോ മോൾ പൊന്മാൻ, അനശ്വര രാജൻ രേഖാചിത്രം, കല്യാണി പ്രിയദർശൻ ലോക, റിയ ഷിബു സർവമായ, ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ. താങ്ക് യു.